ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇപ്പോൾ സമയം 9:15, രാവിലെ തന്നെ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് വന്നതേ ഉള്ളൂ. ഇന്ന് ഇത്ര ലേറ്റായി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഫുള്ള് നമ്മളിവിടെ പരക്കം പോയിരുന്നു. അതായത് എൻ്റെ ട്വിൻസ് കുട്ടികളിലെ ട്വിൻ ബി പുള്ളിക്കാരത്തിയുടെ വീഡിയോസാണ് ഞാൻ മിക്കപ്പോഴും ഇടുന്നത്. വളരെ റെയറായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അവൾക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പം ഒരു കാര്യം ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്ത് എന്ത് സംഭവിക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾക്ക് അറിയാവുന്നൊരു കൂട്ടത്തിലാണ്. അപ്പോൾ ഇന്നലെ അവൾ ഈ സ്പോഞ്ച്, ഈ സാധനം അവൾ ഇന്നലെ മൂക്കിൽ വെച്ചു. അപ്പോൾ അവൾ ഇതിങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചു എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നമുക്കത് എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനും ഞങ്ങളെല്ലാം കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആദ്യം കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ ഒന്നും കാണാനില്ല, അത് അവിടെ ഇല്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് നമ്മൾ കാഷ്വാലിറ്റിയിലാണ് കൊണ്ട് കാണിച്ചത്. എനിക്ക് എന്നിട്ട് ഒരു സമാധാനം കിട്ടിയില്ല. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ സിസ്റ്റർ പറഞ്ഞു വേറെ 2 ഹോസ്പിറ്റലിൽ പേരുണ്ട്, അവിടെ കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ ENT ഡോക്ടർ വരും, അവിടെ കൊണ്ട് കാണിച്ചാൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാമെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് കൊച്ചിൻ്റെ മൂക്കിനകത്ത് ഉണ്ടോ ഇല്ലയോ, അത് എവിടെ പോയി, ഞാൻ കണ്ടതുമാണ്. കൊച്ചിത് വെച്ച കാര്യം കറക്റ്റായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയും കാഷ്വാലിറ്റി നോക്കി, ടോർച്ച് അടിച്ച് നോക്കിയിട്ടൊന്നും കുഴപ്പമില്ല. പിന്നെ ENT ഡോക്ടറെ വിളിച്ചു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇവിടെ 2 മൂക്കിലും നോക്കിയത്, 2 മൂക്കിലും കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടിയത്. അപ്പോൾ ഇന്നലെ എൻഡോസ്കോപ്പി ചെയ്തത് ഞാൻ ഇതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയ രണ്ടാമത്തെ ഹോസ്പിറ്റലിൻ്റെ പേര് ഭാരത് ഹോസ്പിറ്റലാണ്. ആ സമയത്ത് എൻ്റെ ദൈവമേ, ഞാൻ ഫസ്റ്റ് ടൈമാണ് കൊച്ചുങ്ങളെ കൊണ്ട് ആ ഹോസ്പിറ്റലിൽ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചെന്ന ഒരു ഫീലായിരുന്നു. നമുക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ടെൻഷൻ എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്നവരെ കൊണ്ട്, ഹോസ്പിറ്റലുള്ളവരെ കൊണ്ട് നമുക്ക് ടെൻഷൻ, സാറിന് ഹോസ്പിറ്റലുള്ളവരെ കൊണ്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഹോസ്പിറ്റലുള്ളവരെ കൊണ്ട് നമുക്ക് ടെൻഷൻ, അല്ലാത്ത ടെൻഷൻ നമുക്കുണ്ട്, കൊച്ചു മൂക്കിലിട്ട് എവിടെ പോയെന്ന് അറിയാതുള്ള. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അവരെ ഒത്തിരി നമുക്ക് ഭയങ്കര സമാധാനമായിരുന്നു അവരിൽ നിന്ന് നമുക്ക്. അപ്പോൾ അത് നോർമലാണ്, കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്താ പറയുക, നല്ല സമാധാനമായി. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞ് കിടന്നുറങ്ങിയാൻ അങ്ങനെ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കറണ്ടും പോയി. അപ്പോൾ അതാണ് ഇന്ന് ഇത്രയും ലേറ്റായിപ്പോയി എഴുന്നേക്കാൻ. കുട്ടികളും എഴുന്നേറ്റിട്ടില്ല. അന്നേരം എന്താ പറയുക, നമുക്ക് ഒരു എന്താ പറയുക, ഇത്രയുള്ളൊരു സ്പോഞ്ചോടെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും, ഒട്ടും പ്രതീക്ഷയില്ല. അവൾ നേരത്തെ മുത്തൊക്കെ ഏറ്റി വെച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മളത് കണ്ടിട്ട് അപ്പോൾ തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അവളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ ഇന്നലെ ഒരു എന്താ പറയുക, കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് കാണിച്ചു വെച്ചൊരു പരിപാടിയാണിത്. അപ്പോൾ നമ്മളെ കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് വരെ ഇന്നലെ മനസ്സിലായി. എന്താ പറയുക, അവൾക്ക് കുർത്തിക്കേട് കാണിക്കാണ്ട് വലിയ സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് പോലും വേണം, കണ്ണടച്ച് തുറക്കുന്ന സമയം മാത്രം മതി. അപ്പം എന്താ പറയുക, ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിനെ പറ്റി അങ്ങനെ നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ എനിക്ക് നല്ല കാര്യം പറയാനുള്ളതുകൊണ്ടാണ് ഒരു നല്ല കാര്യമെങ്കിലും പറഞ്ഞേക്കാമെന്ന് വെച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.